കശ്മീരിൽ ഭീകരരും സൈന്യവും തമ്മിലുള്ള ആക്രമണം ദിവസങ്ങളായി തുടരുകയാണ്. ചൈനയുടെ വലിയ പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ ആക്രമണം എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ജമ്മു കശ്മീരിലെ രജൗരി, പൂഞ്ച് സെക്ടറിൽ 25 മുതൽ 30 വരെ പാകിസ്ഥാനി ഭീകരർ പ്രദേശത്തെ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നതായ സംശയം പുറത്തുവരുന്നത്. പാകിസ്ഥാൻ ഭീകരവാദം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ ഇതിനു പിറകിൽ പാകിസ്ഥാൻ ചൈന അച്ചുതണ്ടിൻ്റെ വലിയ ലക്ഷ്യങ്ങളാണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ലഡാക്ക് സെക്ടറിൽ നിന്ന് സൈന്യത്തെ നീക്കം ചെയ്യാനും കശ്മീരിൽ മേഖലയിൽ സേനയെ പുനർവിന്യാസം നടത്തുവാനും ഇന്ത്യൻ സൈന്യത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുവാനുള്ള പാകിസ്ഥാനും ചൈനയും ചേർന്ന് നടത്തുന്ന വലിയ ഗെയിം പ്ലാനിൻ്റെ ഭാഗമാണ് പ്രദേശത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതിയെന്നും പ്രതിരോധ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2020 ചൈനയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ യൂണിഫോം ഫോഴ്സിനെ പൂഞ്ച് സെക്ടറിൽ നിന്ന് ലഡാക്കിലേക്ക് ഇന്ത്യ മാറ്റിയിരുന്നു. ദ്വിമുഖ ആക്രമണം നേരിടുമ്പോഴുള്ള സന്തുലനാവസ്ഥ നിലനിർത്താനായിരുന്നു ഇത്. ലഡാക്ക് ഓപ്പറേഷനുമായി യൂണിഫോം ഫോഴ്സ് പോയതിനു ശേഷം കഴിഞ്ഞ വർഷങ്ങളിൽ പാകിസ്ഥാൻ തങ്ങളുടെ സ്വന്തം ഭീകരരെ പാകിസ്ഥാനിൽ നിന്ന് പ്രദേശത്തേക്ക് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് സ്വന്തം സൈന്യത്തെ വീണ്ടും വിന്യസിക്കാൻ ഇന്ത്യയെ നിർബന്ധിതരാക്കാനുള്ള ശ്രമത്തിലാണ് ഇതെന്നും പുറത്തുവരുന്ന വാർത്തകൾ പറയുന്നുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങളെ നേരിടാൻ ഇന്ത്യൻ സൈന്യം അടുത്തിടെ ഒരു ബ്രിഗേഡ് കൂടി ഈ പ്രദേശത്ത് വിന്യസിക്കുകയും വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കശ്മീരിലെ ഇപ്പോഴത്തെ ആക്രമണം ചില സംശയങ്ങളിലേക്ക് കൂടി വഴിയൊരുക്കിയിരിക്കുകയാണ്. കാരണം പുൽവാമയിൽ 40 ജവാന്മാരുടെ ജീവൻ പൊലിഞ്ഞ സംഭവത്തിൽ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിൻ്റെ വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു ഇതിന് പിന്നിൽ. ജവാന്മാരെ കൊണ്ടുപോകാൻ CRPF വിമാനങ്ങൾ ആവശ്യപ്പെട്ടെന്നും ആഭ്യന്തര മന്ത്രാലയം അത് നിരസിക്കുകയായിരുന്നുവെന്നായിരുന്നു മാലിക് മുമ്പ് വെളിപ്പെടുത്തിയത്. ഇക്കാര്യം താൻ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മറച്ചുവെക്കാനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തന്നോട് നിർദ്ദേശിച്ചതെന്നും അദ്ദേഹം മുമ്പ് പറഞ്ഞിരുന്നു. ദ വയറിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യപാൽ മാലിക്കിൻ്റെ ഈ വെളിപ്പെടുത്തലുണ്ടായത്. പുറത്തു വന്നത് CRPFൻ്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലെ വസ്തുതകളും വീഴ്ച സമ്മതിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട CRPFൻ്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടും ഇൻ്റലിജൻസ് പരാജയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. ആക്രമണം ഉണ്ടായേക്കാമെന്ന് നിരവധി രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭ്യമായിരുന്നെങ്കിലും ഇതൊന്നും കോൺവോയ് വാഹനത്തിലുള്ളവരെ അറിയിച്ചില്ലെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. 78 വാഹനങ്ങളാണ് CRPFൻ്റെ വാഹനവ്യൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഈ സാഹചര്യം ആക്രമണത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. 2019 ഫെബ്രുവരി 14 വൈകിട്ട് 3:15 ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ അവന്തിപ്പോരയ്ക്ക് സമീപമാണ് ആക്രമണം ഉണ്ടായത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ബാക്കി നിൽക്കെ നടന്ന ഈ ആക്രമണം രാഷ്ട്രീയമായും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയുണ്ടായി. 2547 CRPF ജവാന്മാർ 78 വാഹനങ്ങളിലായി ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവുകയായിരുന്നു. സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപിയോ വാൻ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയാണ് അന്ന് ചെയ്തത്. 76ാം ബറ്റാലിയൻ്റെ ബസ്സിലുണ്ടായിരുന്ന 40 സൈനികർ തൽക്ഷണം മരിക്കുകയും ചെയ്തു. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം പിന്നീട് ഏറ്റെടുത്തെങ്കിലും പുൽവാമ കാഗാപോറ സ്വദേശി ആദിൽ അഹമ്മദായിരുന്നു 40 ജവാന്മാരുടെ ജീവനെടുത്ത ചാവേറിന് പിന്നിൽ എന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. ആക്രമണത്തിൻ്റെ 12ാം ദിനം തന്നെ ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു. ഫെബ്രുവരി 26 പുലർച്ചെ ഇന്ത്യൻ വ്യോമസേനയുടെ ജെറ്റുകൾ പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിലെ ബാലാക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിൽ പ്രത്യാക്രമണം നടത്തി. ആക്രമണം നടന്ന് 6ാമത്തെ ദിവസം അന്വേഷണം കാശ്മീർ പോലീസിൽ നിന്ന് NIA ഏറ്റെടുക്കുകയും ചെയ്തു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹർ ഉൾപ്പെടെ 19 പേർക്കെതിരെ 2020 ആഗസ്റ്റിൽ ദേശീയ അന്വേഷണ ഏജൻസി 13,800 പേജുള്ള കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായിരുന്നു. പുൽവാമ സംഭവത്തിന് പിന്നാലെ ഭീകരാക്രമണത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ആക്രമണം ഉണ്ടാകുന്നതിന് കാരണമായ ഇൻ്റലിജൻസ് വീഴ്ചയെക്കുറിച്ചും ആരോപണം ഉയർന്നിരുന്നു. രാജ്യത്ത് ഏറ്റവും സുരക്ഷാ ഭീഷണിയുള്ള ദേശീയപാതകളിലൊന്നാണ് ജമ്മു ശ്രീനഗർ പാത. 2547 CRPF ജവാന്മാരെ 78 വാഹനങ്ങളിൽ ഒരേ സമയം ഇതുവഴി കൊണ്ടുപോയപ്പോൾ പാലിക്കേണ്ടിയിരുന്ന സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നോ എന്ന ചോദ്യം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. അതുണ്ടായില്ലെന്ന് ഉറപ്പിക്കുകയാണ് സത്യപാൽ മാലിക് എന്ന BJP മുൻ ദേശീയ ഉപാധ്യക്ഷൻ്റെ വാക്കുകൾ അന്നുണ്ടാക്കിയത്. സത്യപാൽ മാലിക്കിൻ്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു അന്ന്. എന്നാൽ ഇതുവരെ പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാരും ഇതേക്കുറിച്ച് തയ്യാറായിട്ടുമില്ല. പൊതു തിരഞ്ഞെടുപ്പ് വരുന്നതോടെ മറ്റൊരു കോപ്പുകൂട്ടലിലേക്ക് ഒരുങ്ങുകയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്.